ഹായ് സുഹൃത്തുക്കളെ, ഞെട്ടിക്കുന്ന ഒരു വിവരമാണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. അതിന് മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കുന്ന ആളുകളല്ല, രാഹുൽ മാങ്കൂട്ടം തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്ന, പാലക്കാടിൽ തന്നെ മത്സരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളെല്ലാം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. എത്ര ആളുകൾ രാഹുലിൻ്റെ തിരിച്ചുവരവ് ആഗ്രഹിക്കുന്നുണ്ടെന്ന് അറിയാനാണ്. അതുപോലെ രാഹുലിനെ പിന്തുണയ്ക്കുന്ന ആളുകളെല്ലാം ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചു. കാരണം രാഹുൽ മാങ്കൂട്ടവുമായിട്ട് ബന്ധപ്പെട്ട് ഇതുപോലുള്ള എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള വിവരങ്ങളൊക്കെ ഉറപ്പായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചു. ഇപ്പം ഞെട്ടിക്കുന്നൊരു വിവരം ഇവിടെ കോൺഗ്രസ് വൃത്തങ്ങളിൽ നിന്നൊക്കെ എനിക്ക് അറിയാൻ സാധിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാഹുൽ മാങ്കൂട്ടം കോൺഗ്രസിന് വേണ്ടിയിട്ട്, കോൺഗ്രസ് പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട്, ഒരു കരിയില പോലെ വലിച്ചെറിഞ്ഞ ഈ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് വോട്ട് ചോദിക്കാൻ പാലക്കാട് ഇറങ്ങുന്നുണ്ട് എന്നാണ് കോൺഗ്രസ് പാർട്ടിയിലെ പ്രമുഖരായ മുതിർന്ന നേതാക്കളുടെ ആവശ്യപ്രകാരം കാലി പിടിച്ച് ചോദിച്ചതിൻ്റെ പ്രകാരം രാഹുൽ മാങ്കൂട്ടം കോൺഗ്രസ് പാർട്ടി എന്നൊരു പ്രസ്ഥാനത്തിനെ ഭരണത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, ഭരണത്തിൽ വരുന്നത് നല്ലത് തന്നെയാണ്. എല്ലാവരും മാറി മാറി ഭരണപക്ഷമാണെങ്കിലും പ്രതിപക്ഷമാണെങ്കിലും ഒരു 5 കൊല്ലോ 10 കൊല്ലോ ഇരിക്കുക, അത് കഴിഞ്ഞിട്ട് അടുത്ത പ്രസ്ഥാനത്തിന് കൊടുക്കുക. ഭരണം മാറി മാറി വരട്ടെ, അതിൽ പ്രശ്നമില്ല. പക്ഷേ ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്ത് നിർത്തിക്കുന്നതുകൊണ്ടാണ് ഇത്രയും ആളുകൾ, ഇത്രയും ജനങ്ങൾ ഈ ഒരു പ്രസ്ഥാനത്തിലിരിക്കുന്ന പല ആളുകളോടും ജനങ്ങൾക്ക് മുഖത്ത് നോക്കി തുപ്പി എറിയാൻ തോന്നുന്നത് അല്ലേ ഈ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനോടൊക്കെ ഇത്രയും ആളുകൾക്ക് ദേഷ്യം വരാൻ, വൈരാഗ്യം വരാൻ തന്നെ കാരണം എന്താണ്? രാഹുൽ മാങ്കൂട്ടം എന്നൊരു പറയുന്ന ഒരു വ്യക്തിയെ, വളർന്നു വരുന്ന യുവ നേതാവിനെ, ഇങ്ങനെയുള്ള യുവാക്കളെയൊക്കെ ആണി അടിച്ച് തറയ്ക്കുന്ന പോലെ എടുത്ത് ഒരു നിമിഷം കരിയില പോലെ വലിച്ചെറിഞ്ഞ് പുറത്ത് കളയുമ്പോഴത്തേക്ക് നിങ്ങളൊക്കെ ഒരു കാര്യം ഓർക്കുക. ഇനിയുള്ള തലമുറയ്ക്ക് വേണ്ടുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ള, അല്ലെങ്കിൽ ഈ ഷാഫി പറമ്പിലിനെ പോലുള്ള ഇതുപോലെയുള്ള ആളുകളെയൊക്കെയാണ്. ഇപ്പോൾ തന്നെ BJPയുടെ മേയറായിട്ടുള്ള നമ്മുടെ തിരുവനന്തപുരത്തെ വി രാജേഷ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടല്ലേ, അവിടെ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വന്ന ആളുകൾ അമിതമായിട്ടുള്ള ചാർജ് ഈടാക്കിയ ടാക്സിക്കാരന്മാർക്ക് ഫൈൻ അടിച്ചു കൊടുക്കുന്ന വി രാജേഷ്, അയാളൊക്കെ ചെയ്യുന്നത് കണ്ടില്ലേ? അതുപോലെയുള്ള ആളുകൾക്ക് ഇതുപോലെ സീറ്റുകൾ കൊടുക്കണം, അവസരങ്ങൾ കൊടുക്കണം. അതാണ് വേണ്ടുന്നത്. അതിന് ഏത് പാർട്ടിയാണെങ്കിലും വികസനങ്ങൾ, നാളെയുടെ വികസനങ്ങൾക്ക് വേണ്ടിയിട്ടും അതുപോലെ കേരളത്തിൻ്റെ വികസനങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ മുന്നിട്ട് വരുന്ന, അല്ലെങ്കിൽ അതിന് കേപ്പബിൾ ആയിട്ടുള്ള ആളുകളെയൊക്കെ സപ്പോർട്ട് ചെയ്ത് മുമ്പിലോട്ട് വരും. അല്ലാതെ കുറേ പല്ലും തൊലിഞ്ഞും വായും തൊലിഞ്ഞും മൂക്കിക്കൂടെയും പല്ലിറങ്ങിയിരിക്കുന്ന കുറേ കിളവന്മാരുണ്ടല്ലോ, ഇവരൊക്കെ ഇനിയെങ്കിലും ഒന്ന് സൈഡായി ഒന്ന് മാറിക്കൊടുക്കുക. നിങ്ങളെയൊക്കെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്കൊക്കെ പാർട്ടി ആവശ്യമുണ്ടോ എന്ന് വെച്ചാൽ ആവശ്യമുണ്ട്. ഇനി ഇതുപോലെ വളർന്നു വരുന്ന യുവ നേതാക്കൾക്ക് വേണ്ടിയിട്ട് നിങ്ങളെ അഭിപ്രായവും കാര്യങ്ങളൊക്കെ അവർക്ക് വേണ്ടിയിട്ട് നിങ്ങളെ എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഒന്ന് മാറി നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ കേരളത്തിനൊക്കെ നല്ല വികസനം ഉണ്ടാകും. മറ്റുള്ള രാജ്യത്തിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ കേരളത്തിലൊക്കെ എന്ത് വികസനമാണ് ഈ 10 വർഷം കൊണ്ട് ഉണ്ടായിരിക്കുന്നത്. അല്ലേ പോട്ട് കഴിഞ്ഞൊരു 20 വർഷം എടുക്ക്, അല്ലെങ്കിൽ ഒരു 50 വർഷം എടുക്ക്, എന്ത് വികസനമാണ് ഉണ്ടായിട്ടുള്ളത്? ഒരു വികസനവും ഉണ്ടായിട്ടില്ല. മാസം ഇതുപോലെ വാർദ്ധക്യ പെൻഷൻ ഒരു 2000 രൂപ കൂട്ടിയതാണോ വികസനം? നിങ്ങൾ മറ്റുള്ള രാജ്യത്തൊക്കെ നിങ്ങളൊന്ന് പോയി നോക്കാത്തതുകൊണ്ടാണ്, മറ്റുള്ള രാജ്യങ്ങളൊന്നും നിങ്ങൾ വിസിറ്റ് ചെയ്യാത്തതുകൊണ്ടാണ്. അതൊക്കെ വിസിറ്റ് ചെയ്തിട്ട് നമ്മളെ ഈ ഇന്ത്യയിലും കേരളത്തിലൊക്കെ വന്ന് നോക്കി കഴിഞ്ഞാണ്ടല്ലോ നിങ്ങൾ ഞെട്ടിപ്പോവും. ഇത്രയും ദരിദ്ര ഒരു രാജ്യത്താണോ, അല്ലെങ്കിൽ ദരിദ്ര ഒരു സ്റ്റേറ്റിലാണോ, സംസ്ഥാനത്താണോ നമ്മളൊക്കെ ജീവിക്കുന്നത് തന്നെ നമ്മളൊക്കെ അത്ഭുതപ്പെട്ടു പോകും. അതാണ് പറയുന്നത്, നല്ല വികസനങ്ങൾ കൊണ്ടുവരാൻ കേപ്പബിളായിട്ടുള്ള ആളുകളെ നമ്മൾ തിരഞ്ഞെടുക്കുക, അവരെ സപ്പോർട്ട് ചെയ്യുക. അല്ല ഇതുപോലെ കള്ളക്കേസുകൾ കുടുക്കിയിട്ട് നാളെയുടെ വാഗ്ദാനമായിട്ടുള്ള, നാളെ നമുക്ക് വേണ്ടിയിട്ട്, ഈ കേരളത്തിന് വേണ്ടിയിട്ട്, കേരളത്തിൻ്റെ ഒരു മുഖ്യമന്ത്രി സ്ഥാനത്ത് വരെ എത്താൻ കേപ്പബിളായിട്ടുള്ള ഒരാളെയൊക്കെ അടിച്ചൊതുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഒട്ടും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമില്ല. അപ്പം ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസ് പ്രസ്ഥാനത്തിലുള്ള നേതാക്കന്മാർ അവരുടെ ആവശ്യപ്രകാരം പാലക്കാട് നിൽക്കുന്നത് ഇപ്പം പിഷാരടി എന്നാണ് ഏകദേശം അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ പിഷാരടിക്ക് വേണ്ടിയിട്ട് വോട്ട് പിടിക്കാൻ രാഹുൽ മാങ്കൂട്ടവും കൂടെ ഇറങ്ങും എന്നാണ് ഇതുവരെ കണ്ടിട്ടുള്ളത്. അത് പറയാൻ ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തിലെ നേതാക്കന്മാർ ആവശ്യപ്പെടാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, രാഹുൽ മാങ്കൂട്ടം എന്നൊരു വ്യക്തി 24 ന്യൂസിന് കൊടുത്ത എക്സ്ക്ലൂസീവ് ഇൻ്റർവ്യൂവിനകത്ത് പുള്ളിയുടെ വായിൽ നിന്ന് അറിയാതെ ഒരു സംഭവം വീണു. ഞാനിനി പ്രസ്ഥാനത്തിൻ്റെ പുറത്താണെങ്കിലും ഈ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെയുള്ള എല്ലാ ജില്ലകളിലും ഞാൻ പോയി പ്രവർത്തനം നടത്തും. ആരെന്നെ വിളിച്ചാലും ഞാൻ അവിടെ പോയി പ്രവർത്തനം നടത്തും. എല്ലാ വീടുകളും, ഈ ഒരു പ്രസ്ഥാനം ഭരണത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട്, കോൺഗ്രസ് പാർട്ടി ഭരണത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് എല്ലാ വീടുകളും കയറി ഇറങ്ങി ഞാൻ ആ പാർട്ടിക്ക് വേണ്ടിയിട്ട്, കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രവർത്തിക്കും എന്ന് രാഹുലിൻ്റെ വായിൽ നിന്നൊരു വാചകം വീണായിരുന്നു. അതിൽ വെച്ചിട്ടാണ് ഇവർ പിടിച്ചിട്ട് ഇപ്പം രാഹുലിൻ്റെ കാല് പിടിച്ചിട്ട്
പാലക്കാട് പാലക്കാട് UDF ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് പാലക്കാട് നിൽക്കുന്ന സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട് വോട്ട് പിടിക്കാനെ കൊണ്ട് രാഹുലിൻ്റെ അടുത്ത് ഇരക്കുന്നത് നാണമുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ ഇതിനകത്ത് വേറെ കാര്യം, രാഹുലിന് അന്തസ്സുണ്ടെങ്കിൽ ഈ വോട്ട് പിടിക്കാനെ കൊണ്ട് ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് ഇറങ്ങരുത്. സ്വതന്ത്രനായിട്ട് മത്സരിക്കണം, അതാണ് വേണ്ടത്. സ്വതന്ത്രനായിട്ട് നിന്ന് കഴിഞ്ഞാൽ നിങ്ങളെ ഉണ്ടല്ലോ, നിങ്ങളെ ജനങ്ങൾ ഭൂരിപക്ഷം പാലക്കാട് ഈ പ്രസ്ഥാനത്തിൽ നിന്ന് പാർട്ടിയിൽ നിന്ന് ജയിച്ചതിനേക്കാളും ഭൂരിപക്ഷം റെക്കോർഡ് വിജയത്തോടു കൂടി നിങ്ങളെ ജനങ്ങൾ ജയിപ്പിക്കും. നിങ്ങൾ അത് ആദ്യം മനസ്സിലാക്കുക. ഓക്കെ, എന്തായാലും ഞാനിവിടെ ഒരു വീഡിയോ വയ്ക്കാം. ഒരു യുവതിയുടെ പ്രതികരണമാണ് ഈ രാഹുൽ മാങ്കൂട്ടവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രതികരണവുമായിട്ട് വന്നിട്ടുള്ളത് സ്ത്രീകളാണ്. നിങ്ങളത് ആദ്യം മനസ്സിലാക്കുക. സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ രാഹുലിനെ പിന്തുണയ്ക്കുന്നത്. കാരണം ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്കും സ്ത്രീകൾക്കും അമ്മമാർക്കൊക്കെ മനസ്സിലായിട്ടുള്ളൊരു കാര്യമുണ്ട്. രാഹുലിനെ തകർക്കാനാണ് ഈ വൃത്തികെട്ട കളികളൊക്കെ കളിക്കുന്നതെന്ന് എല്ലാ ആളുകൾക്കും അറിയാവുന്നതാണ്. അപ്പം എന്തായാലും ഒരു യുവതി പ്രതികരണവുമായിട്ട് വന്നിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ഞാൻ ഇവിടെ എൻ്റെ ചെറിയൊരു ക്ലിപ്പ് വെച്ച് തരാം. അപ്പോൾ ആ യുവതി പറയുന്ന കാര്യങ്ങളെല്ലാം 100% കറക്റ്റാണ്. എന്തായാലും ആ യുവതിക്കും അതുപോലെ രാഹുലിൻ്റെ തിരിച്ചുവരവിന് വേണ്ടിയിട്ട് നിങ്ങളൊരു ലൈക്ക് കൊടുത്തേരെ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കൂടെ ഉറപ്പായിട്ടൊന്ന് കമൻറ്റ് ചെയ്യണേ. ദുരുപയോഗം ചെയ്തു എന്ന് പറയുന്ന ആ ഒരു ലോജിക്ക് മനസ്സിലാവുന്നില്ല. എന്തുകൊണ്ടാണ് ഇപ്പോഴും ആൾക്കാർ ആ ഒരു കേസിനെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ, അല്ലെങ്കിൽ ആ ഒത്തരമായി ദുരുപയോഗം ചെയ്തു എന്ന് പറയുന്ന ആ ഒരു ലോജിക്ക് മനസ്സിലാവുന്നില്ല. എന്തുകൊണ്ടാണ് ഇപ്പോഴും ആൾക്കാർ ആ ഒരു കേസിനെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ, അല്ലെങ്കിൽ ആ ആരോപണം ഉന്നയിച്ചവരുടെ കൂടെ നിന്നിട്ട് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതും പറയുന്നതിൽ ഒരുപാട് യുവാക്കളും, അതായത് ബോധമുള്ളവരുണ്ട്, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളവരുണ്ട്. നമുക്ക് പ്രായമായവരെ പറഞ്ഞു തിരുത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, എൻ്റെ മമ്മി ഒരു ഭയങ്കര വലിയ കമ്മ്യൂണിസ്റ്റുകാരിയാണ്. മമ്മി ഭയങ്കര ഡീപ്പായിട്ട് കമ്മ്യൂണിസത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പം മമ്മീനെയൊക്കെ പറഞ്ഞ് തിരുത്തുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ എൻ്റെ മകനെ കളിയാക്കി പറയുന്നതല്ല, പക്ഷേ അങ്ങനെ ഒത്തിരി പേരുണ്ട്. ഞാൻ ഉദ്ദേശിച്ച ആ ഒരു ജനറേഷനെ പറ്റിയാണ്. പക്ഷേ ഈ ചെറുപ്പക്കാരായിട്ടുള്ളവർ എന്തുകൊണ്ട് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് എനിക്ക് മനസ്സിലാകാത്തത്. അപ്പോൾ അത് രാഷ്ട്രീയ അടിമകളായി നമ്മളെല്ലാം മാറിയതുകൊണ്ടല്ലേ, ചിന്തിക്കാനുള്ള നമ്മുടെ ആ ഒരു കഴിവ് നമ്മൾ പണയം വെച്ചതുകൊണ്ടല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു പ്രാവശ്യം നമ്മളെ റേപ്പ് ചെയ്യാം, ഓക്കെ, തടങ്കലിൽ ഇട്ടുകൊണ്ട്, അല്ലെങ്കിൽ പുറം ലോകവുമായിട്ടൊരു ബന്ധമില്ലാത്ത രീതിയിൽ നമ്മളെ റെസ്ട്രെയിൻ ചെയ്ത് വെച്ച് രണ്ടാമത്തെ പ്രാവശ്യം മൂന്നാമത്തെ പ്രാവശ്യം നമ്മളെ റേപ്പ് ചെയ്യാം. ഇങ്ങനെ ഒരു നമ്മൾ ദുരുപയോഗം ചെയ്യാൻ പറ്റും. പക്ഷേ ഉഭയകക്ഷി സമ്മതപ്രകാരം ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പിൽ ഏർപ്പെട്ടതിന് ശേഷം എന്തോ പ്രതീക്ഷിച്ചുകൊണ്ട് കുറേ നാളുകൾക്ക് ശേഷം അദ്ദേഹം എന്നെ ദുരുപയോഗം ചെയ്തു എന്ന് പറയുന്നതിനോട് എനിക്ക് എൻ്റെ ലോജിക്ക് അത് സമ്മതിച്ചു കൊടുക്കാൻ ഒട്ടും സമ്മതിക്കുന്നില്ല. കാരണം ചിന്തിക്കുമ്പം അത് ഭയങ്കര കോമഡി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഞാൻ ഒരിക്കലും അവരെ കളിയാക്കി പറയുന്നതല്ല. ഇപ്പം ന്യൂസ് ചാനലിലൊക്കെ വന്നു, ആ സ്ത്രീ അല്ലെങ്കിൽ ആ കുട്ടി പുള്ളിക്ക് വിഷുക്കൈനീട്ടം കൊടുത്തു, ഗിഫ്റ്റ്, ഷാമ്പു, അത് ഇതെല്ലാം അയച്ചു കൊടുത്തു. എന്നെ മാനസികമായിട്ടെങ്കിലും ഒരാൾ പീഡിപ്പിച്ചാൽ ഞാൻ അവർക്ക് നല്ല പണി കൊടുക്കാനേ നോക്കത്തുള്ളൂ. അല്ലാതെ ഞാൻ ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ പൈസയോ അല്ലെങ്കിൽ ഷാമ്പുവോ കണ്ടീഷണറോ ഒന്നും ഞാൻ അയച്ചു കൊടുക്കത്തില്ല. ഞാൻ എന്നൊരു വ്യക്തി, എൻ്റെ ചുറ്റുപാടും കണ്ടിട്ടുള്ള റിയൽ ലൈഫിലെ വ്യക്തികളെയും ഞാൻ അങ്ങനെ മനസ്സിലാക്കിയിരിക്കുന്നത്. എനിക്കിട്ട് ഇങ്ങനെ ഒരു റേപ്പ് ചെയ്യാന്നൊക്കെ പറയുന്നത് ഏറ്റവും ക്രൂരമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ ശാരീരികമായിട്ട് നമ്മളെ അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ഒരു വ്യക്തിക്ക് നമ്മൾ എന്നിട്ട് പേരിലാണ് പൈസയൊക്കെ അയച്ചു കൊടുക്കുന്നത്. സോ ആ ഒരൊറ്റ എക്സ്പീരിയൻസിൽ നിന്ന് തന്നെ, അല്ലെങ്കിൽ എക്സാമ്പിളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകത്തില്ല ഇതൊക്കെ മനഃപൂർവ്വം കെട്ടിച്ചമച്ച് കൊണ്ടുവന്ന കേസുകളാണെന്ന്. സോ അങ്ങനെ കുറച്ച് കേസുകൾ കൊണ്ടുവന്ന വിഷയം നമ്മുടെ മുന്നിലോട്ട് എടുത്തിട്ടാൽ നമ്മളെല്ലാത്തിനും കടിച്ച് തൂങ്ങും. അങ്ങനെ ഒരാളുടെ ഭാവി നശിപ്പിക്കാൻ പറ്റും. രാഷ്ട്രീയ ഭാവി ആയാലും ഫാമിലി ലൈഫായാലും സോഷ്യൽ സ്റ്റാറ്റസ് ആയാലും നമുക്ക് നശിപ്പിക്കാൻ പറ്റും. അതിൻ്റെ ഒരു വലിയ ഇരയായിട്ടാണ് എനിക്ക് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസ് മനസ്സിലായത്. ഇപ്പോൾ വേണ്ട ഇലക്ഷൻ അടുത്തിരിക്കുകയാണ്. ഇപ്പം നമ്മൾ കിട്ടിയ അറിവുകളൊക്കെ വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ പേര് മത്സരാർത്ഥികളുടെ ഇടയിൽ ഇല്ല എന്നാണ് തോന്നുന്നത്. കാരണം അതിൻ്റെ ഫൈനൽ ലിസ്റ്റ് അവർ പുറത്ത് വിട്ടിട്ടില്ല എങ്കിൽ പോലും കോൺഗ്രസ് അദ്ദേഹത്തിൻ്റെ പേരിനൊരു മുൻതൂക്കം കൊടുക്കുന്നില്ല എന്നാണ് അറിയാൻ പറ്റിയത്. പക്ഷേ എനിക്ക് കണ്ണും പൂട്ടി പറയാൻ പറ്റും, അദ്ദേഹത്തിനെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു യൂത്ത് സപ്പോർട്ട് അദ്ദേഹത്തിന് ഇപ്പോഴും ഉണ്ട്. പിന്നെ മന്ത്രിസഭയിലോട്ടൊക്കെ കയറി കഴിഞ്ഞാൽ, ഒരു മിനിസ്റ്റർ ലെവലിലോട്ടൊക്കെ അദ്ദേഹം കയറി കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിന് നല്ല രീതിയിലുള്ളൊരു പുരോഗമനം ഉണ്ടാകും. നമുക്ക് വേണ്ടി പ്രവർത്തിക്കും എന്നൊരു ആത്മവിശ്വാസമുണ്ട്. കാരണം പിന്നെ നമുക്ക് ആരുടെയും ഉള്ളിൽ കയറി നമുക്ക് നോക്കാൻ പറ്റത്തില്ല. പക്ഷേ ഇപ്പോൾ ഉള്ള എന്താ പറയുക, ഇന്നലെ തന്നെ ഞാൻ വേറൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, നമ്മുടെ ചിന്താ ജെറോമിൻ്റെ പുള്ളിക്കാരിയുടെ വളരെ വിവാദപരമായ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, പട്ടീനെയും പൂച്ചേനെയൊക്കെ ഉദാഹരണമായിട്ട് വെച്ചിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ്. അങ്ങനെയുള്ള നേതാക്കന്മാരുടെ ഇടയിൽ അത്രയും സ്റ്റാൻഡേർഡ് ഇല്ലാത്ത, അല്ലെങ്കിൽ നമ്മുടെ നാടിനെ അത്രയ്ക്ക് നാണം കെടുത്താത്ത ഒരു ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. വെച്ചാൽ അദ്ദേഹത്തിൻ്റെ സ്പീച്ചൊക്കെ കേട്ട് നോക്കിയാൽ അറിയാം, അത്യാവശ്യം വിവരവും ബോധമുള്ളവർ പറയുന്ന രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചിട്ടുള്ളത്. സോ അങ്ങനെയൊക്കെയുള്ളവരുടെ അടുത്ത് ഇദ്ദേഹത്തെ പോലുള്ളവർ ഉയർന്നു വരണം.
പിന്നെ നമ്മുടെ ഇപ്പം തിരുവനന്തപുരത്താണേലും നല്ലൊരു മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. BJP സ്ഥാനാർത്ഥി മറ്റേ ആശാനാഥ് കയറിയിരിക്കുന്നത് ഡെപ്യൂട്ടി മേയറായിട്ട്, അതുപോലെ ശ്രീലേഖ PS. സോ അങ്ങനെയൊക്കെയുള്ളൊരു വിദ്യാഭ്യാസവും വിവരവും കഴിവും സ്ട്രെങ്തും ഉള്ളൊരു വരണമല്ല. അത് നമ്മുടെ ആ പഴയ രീതിയിൽ പണ്ടത്തെ രാജാവായിരുന്നു. ആ രാജാക്കന്മാരെ നമ്മൾ പിന്നെയും താങ്ങിക്കൊണ്ട് പോകേണ്ട ആവശ്യമില്ല. അവർക്കൊരു റെസ്പെക്ട് കൊടുത്ത് അവരിരിക്കട്ടെ, അവരെ നമ്മളെ ഗൈഡ് ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്ക് ഒരു സജഷൻസ് ഒക്കെ ചോദിക്കാൻ ഒരു സൈഡിൽ ഇരുന്നോട്ടെ. യുവതലമുറയ്ക്കാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. അല്ലാതെ ഉയർന്നു വരുന്നവരെ ചവിട്ടി താഴ്ത്തി, അതുപോലെ ഇതുപോലത്തെ ചീപ്പ് കേസൊക്കെ പറഞ്ഞ് ചവിട്ടി താഴ്ത്തി നമ്മൾ നമ്മുടെ തന്നെ ഭാവി ഇല്ലാണ്ടാക്കരുത്. വേറെ വെളിനാട്ടിലോടൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തുമാത്രം പുരോഗമനങ്ങളാണ് നടക്കുന്നത്. നമ്മുടെ നാട്ടിലൊന്നും നടക്കുന്നില്ല. പലരും ചിന്തിക്കാറുണ്ട് എന്തുകൊണ്ടാണ് കേരളത്തിൽ നിന്ന് യുവത്വം പൊഴിഞ്ഞു പോകുന്നതെന്ന്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ്? നമ്മുടെ നാട്ടിലെ ഫെസിലിറ്റീസ് ഇല്ല, നമ്മുടെ നാട്ടിലെ സിസ്റ്റം. ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടപ്പോൾ ഒരാൾ ചോദിച്ചു, സിസ്റ്റം, നിങ്ങൾ ഉദ്ദേശിക്കുന്ന സിസ്റ്റം എന്താണ്? ഇതൊക്കെ തന്നെയാണ് സിസ്റ്റം. ഈ പൊളിറ്റിക്കൽ സിസ്റ്റം, മെഡിക്കൽ സിസ്റ്റം, എഡ്യൂക്കേഷൻ സിസ്റ്റം, അതെല്ലാം നമ്മുടെ. ഓക്കെ, കണ്ടല്ലോ ആ യുവതി പറയുന്ന കാര്യങ്ങളൊക്കെ വാക്കുകളൊക്കെ നിങ്ങൾ കണ്ടല്ലോ. ഏറ്റവും കൂടുതൽ രാഹുലിനെ പിന്തുണയ്ക്കുന്ന ഇതുപോലുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകളും യുവതികളും സ്ത്രീകളൊക്കെയാണ്. കാരണം ഇനിയെങ്കിലും ഇതിൻ്റെ സത്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. ഈ ഒരു വ്യക്തിയെ ക്രൂശിക്കുമ്പോഴത്തേക്ക്, ഈ ഒരു വ്യക്തിയെ ഈ ഒരു കേസുമായിട്ട് ക്രൂശിക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ പിന്നിലുള്ള അജണ്ട എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഉറപ്പായിട്ടും രാഹുൽ മാങ്കൂട്ടം എന്നൊരു വ്യക്തിക്ക് അയാൾ രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരുന്നത് വരെ പൂർണ്ണ പിന്തുണ നമ്മൾ കൊടുത്തിരിക്കണം. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെയുള്ള ആളുകളെയാണ് നമുക്ക് ഇനിയുള്ള നാളേക്ക് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യം. കാരണം ഇതുപോലെ എല്ലാ കാര്യങ്ങളും ഇതുപോലെ ആത്മാർത്ഥമായിട്ട് അർത്ഥവത്തോടെ ഓരോ കാര്യങ്ങൾ അതിൻ്റെ ലാഘവത്തോടെ എല്ലാ വിഷയങ്ങളിലും ഇടപെടാനും, അതുപോലെ ഇപ്പം ഞാൻ ഒരു വീഡിയോയ്ക്കകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാർക്ക് അറിയാം, കണ്ടിട്ടുള്ള കാര്യമാണ്. ഇന്ന് ഈ കേരളത്തിൽ ഉള്ള ജില്ലകളിൽ എത്ര ജില്ലകളിൽ എത്ര MLA-മാരെ, എത്ര ഒരു ഏതെങ്കിലും ഒരു പ്രവർത്തകരെ നമുക്കറിയാവും. നമുക്ക് കൂടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് പ്രതിപക്ഷത്തിരിക്കുന്ന അല്ലെങ്കിൽ ഭരണപക്ഷത്തിരിക്കുന്ന ആളുകളെ ഒരു 5-6 ആളുകളെ മാത്രം നമുക്കറിയാം, അല്ലേ? ഒരു 10 പേരെ, ഒരു 15 പേരെ. ബാക്കി ഈ പ്രസ്ഥാനത്തിലുള്ള ഓരോ ജില്ലകളിലുള്ള MLA-മാരെയോ അല്ലെങ്കിൽ ഓരോ പ്രവർത്തകരെയോ നമുക്കറിയാവോ? അവരവരുടെ ജില്ലകളിലുള്ള ആളുകളെ ചിലപ്പം അറിയായിരിക്കും, പക്ഷേ മറ്റുള്ള ജില്ലകളിലുള്ള ആളുകൾ അറിയായിരിക്കും. ഇടുക്കി, വയനാട്, കാസർഗോഡ്, മലപ്പുറം, കാലിക്കറ്റ്, ഇങ്ങനെയുള്ള അങ്ങോട്ടുള്ള ജില്ലകളിലൊക്കെ ആളുകളെ, MP-മാരെ, MLA-മാരെ എത്ര പേരെ നിങ്ങൾക്ക് അറിയാം. പക്ഷേ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന പാലക്കാട്ടിലെ MLA, യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള ഈ ഒരു വ്യക്തിയെ എത്ര ആളുകൾക്കറിയാം, എത്ര ജില്ലക്കാർക്കറിയാം? കേരളത്തിലെ എല്ലാ ജില്ലകളിലുള്ള ആളുകൾക്കറിയാം രാഹുൽ മാങ്കൂട്ടം എന്നൊരു MLA. ഇപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തിരുവനന്തപുരത്തുള്ള ഒരു MLA, ഞാൻ പുള്ളിയുടെ പേര് ഞാൻ ഓർക്കുന്നില്ല, ഒരു MLA പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ അന്നാണ് അറിയുന്നത് അങ്ങനെ ഒരു MLA തിരുവനന്തപുരംകാർക്ക് ഉണ്ടെന്ന് തന്നെ, സത്യമായിട്ടും കേട്ടോ. ഇപ്പം ഈ 5 വർഷം ഈ ഭരണം പൂർത്തിയാക്കാൻ പോവാണ്. ഈ ഭരണപക്ഷത്ത് അങ്ങനെ ഒരു MLA ഉള്ളതായിട്ട് ഞാൻ അന്നാണ് അറിയുന്നത്. തിരുവനന്തപുരത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ പരാതി കൊടുത്തല്ലോ. പരാതി കൊടുക്കുന്ന സമയത്താണ് രാഹുലിനെ പുറത്താക്കണമെന്ന്, MLA സ്ഥാനത്ത് നിന്നും പുറത്താക്കണം, പാർട്ടിയിൽ നിന്നും പുറത്താക്കണം എന്നൊക്കെ പറഞ്ഞ് അയോഗ്യനാക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു MLA പരാതി കൊടുത്തല്ലോ. അന്നാണ് ഞാൻ അറിയുന്നത് അങ്ങനെ ഒരു MLA ഉണ്ടെന്ന്. പക്ഷേ നിങ്ങൾ ഇന്ന് ഏതൊരു കൊച്ചു കുട്ടിയെടുത്ത് പോലും ചോദിച്ചു നോക്കിയാൽ മനസ്സിലാവും രാഹുൽ മാങ്കൂട്ടം എന്നൊരു വ്യക്തി പാലക്കാട്ടെ MLA ആണെന്ന്. ഏത് ജില്ലയിലുള്ള ആളുകളെടുത്ത് ചോദിച്ചാലും അറിയാവുന്നതാണ്. അതാണ് രാഹുൽ മാങ്കൂട്ടം എന്നൊരു പറയുന്നൊരു വ്യക്തി കേരള രാഷ്ട്രീയത്തിന് കൊടുത്തിട്ടുള്ള സംഭാവനകൾ. അപ്പോൾ എന്തായാലും രാഹുൽ മാങ്കൂട്ടവുമായിട്ട് ബന്ധപ്പെട്ട ഈ വിഷയത്തിൽ നിങ്ങൾ അഭിപ്രായം ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക.